ഒരൊറ്റ രാത്രിക്ക് വേണ്ടി ഞാൻ വീട്ടിൽ പോയ കഥയാണ്. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി രാവിലെ 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, സനൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. സനക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. അവർ പുറത്ത് പോയി വന്ന സമയത്ത് അംദാൻ നമ്മൾ റൂമിൽ കേക്കൊക്കെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടപാടെ ഭയങ്കര സർപ്രൈസായി. കാരണം ഒട്ടും ഓൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 2 ബ്രദേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് പഠിച്ചു തന്നൊരു സിസ്റ്ററാണ് സന. സത്യം പറഞ്ഞാൽ അവൾ വീട്ടിലുള്ള സമയത്ത് വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ രണ്ടാളും കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറിനെ ഏൽപ്പിച്ചായിരുന്നു. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് തന്നെ കേട്ടോ കേക്ക് വാങ്ങിക്കാറ്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. ഈ ഒരു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്ന് വട്ടാണോ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് കേക്ക് തിന്നാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിക്കാണെന്നുണ്ടെങ്കിലും അത് ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ സനനെ പേര് വിളിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇക്കാക്കൻ്റെ വൈഫല്ലേ, എന്താ നീ പേര് വിളിക്കുന്നത്, എന്താ റെസ്പെക്റ്റ് ചെയ്യാത്തതെന്നൊക്കെ. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇത്താത്ത എന്നുള്ള വിളിയാണോ? അത് കൈൻഡ് ഓഫ് ബിഹേവ് അല്ലേ? നമ്മൾ അവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ടല്ലേ നമ്മുടെ റെസ്പെക്റ്റ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉള്ളതിനെ കൊണ്ട് തന്നെ വി വർ വെരി ക്ലോസ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഇത്താത്താന്ന് വിളിക്കാനും തോന്നിയിട്ടില്ല. ഞാൻ ഇനി ഇത്താത്താന്ന് വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവൾ പറഞ്ഞ ഇത്താത്താന്ന് വിളിക്കേണ്ടെന്നാണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.